ഹായ് ഓൾ, എല്ലാവർക്കും സുഖാണോ? ഹായ് ഓൾ, ഹായ് പറ. ഹായ്. നമ്മൾ കുറേ ആയി കണ്ടിട്ടില്ലേ? ഞങ്ങളിപ്പോൾ ഒരു ബർത്ത്ഡേക്ക് പോവാണ്. ഞങ്ങളുടെ മെക്സിക്കൻ നൈബറുടെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. നമ്മളെ വീട്ടിനടുത്തല്ല, അവിടെ നിന്ന് ഒരു 2 മണിക്കൂർ യാത്രയുണ്ട്. ഇത് സെക്കൻഡ് ബർത്ത്ഡേ ആണ്. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മുടെ വീടിനടുത്ത് തന്നെയായിരുന്നു. വാവയുടെ പേര് ദാമിയാൻ എന്നാണ്. ഇപ്പോൾ ഒരു ഏകദേശം 4 മണിയായി, വൈകുന്നേരം 4 മണിയായി. നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. സ്ഥലത്തിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. അങ്ങനെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. 2 ഗിഫ്റ്റൊക്കെ വാങ്ങി. ഇന്ന് ദാമിയാൻ്റെ കൂടെ ക്ലൗദിയൻ്റെ ബർത്ത്ഡേ കൂടി ആഘോഷിക്കുന്നുണ്ട്. അതാണ് 2 ഗിഫ്റ്റ്. ദാമിയാൻ്റെ അമ്മയാണ് ക്ലൗദിയ. അപ്പോൾ വീഡിയോ പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി പറഞ്ഞതാണ്. ഇവിടെ 2 ആടൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ നാട്ടിൽ വന്നതുപോലെ ഉണ്ട്. നമ്മൾ വെക്കുന്നത് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ്. ഇത് കുറച്ച് ഉള്ളോട്ടായതുകൊണ്ട് ശരിക്കും നമ്മളെ ഗ്രാമം പോലെയൊക്കെ ഉണ്ട്. ഇവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട്. ഇതേ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഫ്രണ്ട് തന്നെ നിൽപ്പുണ്ട്. ഇതാണ് ക്ലൗദിയ. മെക്സിക്കൻസ് നോർമലി ഇങ്ങനെയുള്ള ഫങ്ഷൻസൊക്കെ ഇങ്ങനെ പുറത്തുള്ള ഇങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ വെച്ചാണ് നടത്തുക. ഇവിടെ കോഴിയൊക്കെ നമ്മളെ വെൽക്കം ചെയ്യുന്നുണ്ട് ഗൈസ്. ഇവിടെ ചോളത്തിൻ്റെ ചെടിയൊക്കെ കാണുന്നുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ വന്നൊരു ഫീലുണ്ട്. ഇവിടെ നല്ല മ്യൂസിക് ഉള്ളതുകൊണ്ട് അറിയില്ല കോപ്പിറൈറ്റ് വിളിക്കുമെന്ന്. കോപ്പിറൈറ്റ് കിട്ടിയില്ലെങ്കിൽ മ്യൂസിക് ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് മൊത്തത്തിലൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഫങ്ഷൻ ഇവരെ റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. ആകെ പുറത്തുനിന്ന് വന്നതായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ, ഫ്രണ്ട്സായിട്ട്. നമ്മളെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നതുകൊണ്ട് അവർക്ക് നന്നായിട്ട് അറിയാം എല്ലാവർക്കും. നമ്മളിപ്പോൾ അവരുടെ ഫാമിലി മെമ്പർ പോലെ തന്നെ ആയി. ഇതാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് വ്യൂ. നമുക്ക് ഉള്ളിലേക്ക് പോയിട്ട് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് ഒരാളവിടെ ബോറടിച്ച് എന്നെയും കാത്തിക്കുന്നുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് കയറി എല്ലാവരോടും സംസാരിച്ച് കഴിഞ്ഞ് ഇതിപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സൈഡിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് 2 ആൾക്കാരുണ്ട്. ഫുഡ് ഇവിടെ ട്രഡീഷണൽ ഫുഡാണ്, താക്കോസാണ്. പിന്നെ സൂപ്പുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. ബർത്ത്ഡേ പോയിനെ തപ്പി നടന്ന് ലാസ്റ്റ് കണ്ടെത്തിയത് സ്വിമ്മിംഗ് പൂളിലാണ്. അവൻ സ്വിമ്മിംഗ് പൂളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലൗദിയ സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണുള്ളത്. നമുക്ക് വേണേൽ ഇറങ്ങാമായിരുന്നു, പക്ഷേ സ്വിംസ്യൂട്ടൊന്നും എടുക്കാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ വരാ, ഇരിക്കുക, എൻജോയ് ചെയ്യുക. പിന്നെ ഇവരുണ്ടാക്കുന്ന ഫുഡ് അല്ലാതെ നമുക്ക് ചുമ്മാ കുറിക്കാനൊക്കെ അവിടെ ഇവിടെയൊക്കെ ഫുഡ് കാണും, അതൊക്കെ എടുത്ത് തിന്നു. നമ്മളിങ്ങനെ ആരും നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ. നമ്മളവിടെ പോവുക, അവിടെ എന്തെങ്കിലും ഫുഡൊക്കെ കാണുക, അതൊക്കെ എടുത്ത് തിന്നുക, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയിരിക്കുക, അത്രയൊക്കെ ഉള്ളൂ. ഭയങ്കര ഫ്രീ ആണ്. നമ്മൾ ആ ഒരു ബർത്ത്ഡേക്ക് വന്ന ഒരു പാർട്ടിക്ക് അങ്ങനെ ഒരു ഫീലൊന്നുമില്ല. വേണേൽ നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ പോവാം. എന്താ പറയുക, നമ്മുടെ ഫാമിലിയുടെ കൂടെ ഒരു പിക്നിക്കിനൊക്കെ വന്ന ഫീലാണ്. ഇവിടെ മെയിൻ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്, ഫുഡ്, ഡ്രിങ്ക്സ്, ഇതൊക്കെ തന്നെയാണ്. ഇവിടെ അത്യാവശ്യം കുറയ്ക്കാൻ കുറച്ച് ഫുഡൊക്കെ ഉണ്ട്. കൊക്കക്കോള, സോസ്, ഇതൊക്കെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളിലുള്ള ഒരു വ്യൂ. ഞാൻ എന്തെങ്കിലും കുറയ്ക്കാനുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ ഞാനൊരു പപ്പടം എടുത്തു. അങ്ങനെ പപ്പടത്തിൽ ഞാൻ കുറച്ച് സോസൊക്കെ വാരി വെച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പപ്പടം. ഇതിൻ്റെ പേര് പപ്പടമൊന്നുമല്ല കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ ഭാഷ പറഞ്ഞതന്നേ ഉള്ളൂ. കാണാൻ നമ്മുടെ പപ്പടം പോലെ ഇരിക്കുന്നുണ്ട്, പക്ഷേ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ പേര് തോത്തോപ്പോസ് എന്നാണ്. അങ്ങനെ എനിക്കൊരു ചെയറും കിട്ടി. ഞാൻ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിള്ളേരൊക്കെ ഫുള്ള് പൂളിൽ തന്നെയാണ്. കഴിഞ്ഞ ബർത്ത്ഡേക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കാർട്ടൂൺ ക്യാരക്ടേഴ്സും പാട്ടിൻ്റെ ആൾക്കാരും, മിക്കി, മിന്നി മൗസ്, നിങ്ങൾ എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനിടയ്ക്ക് നമ്മൾ ആരും അറിയാതെ ബർത്ത്ഡേ പോയി സ്വന്തമായി കേക്കൊക്കെ തിന്ന് കളഞ്ഞു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കേക്ക് മുറിയും നടന്ന്. ബർത്ത്ഡേക്ക് വരെ ഒരു കോമൺ ആയിട്ടൊരു ബർത്ത്ഡേ സോങ് ഉണ്ട്. ഇതാ കണ്ടോ. Hoy por ser tu cumpleaños te las
cantamos a ti. Despierta, Damián, despierta. Mira que ya amaneció. Ya los pajarillos cantan, la luna ya se metió. ¡Alabío! ¡Alabó! ¡Alabío! ¡Bomba! ¡Damián! ¡Damián! ¡Ra, ra, ra! ¡Dale! ¡Hola! ¡Mordida! ¡Mordida! No, a ver. ¡Muérdele, mi amor! ¡Muérdele! ¡Muérdele! ¡Hola! അങ്ങനെ വളരെ വിചിത്രമായ കേക്ക് മുറിയായിരുന്നു. എൻ്റെ ബർത്ത്ഡേ എൻ്റെ കേക്ക് എന്ന ഭാഗത്തിലാണ് ആളിരിക്കുന്നത്. അങ്ങനെ കേക്കൊക്കെ കടിച്ചു തിന്ന് ബാക്കി കൈ കൊണ്ട് വാരിയെടുത്ത് തിന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കേക്ക് ഞാൻ ഒറ്റയ്ക്ക് തിന്ന് തീർക്കുമെന്ന മട്ടിലാണ് ആളിരുന്ന് തിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തമായിട്ട് തന്നെ വാരി തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്തത് അവൻ്റെ അമ്മയുടെ ക്ലൗദിയൻ്റെ ബർത്ത്ഡേ സോങ്ങാണ്. Despierta, Claudia, despierta. Mira que ya amaneció. Ya los pajarillos cantan, la luna ya se metió. ¡Alabío! ¡Alabó! ¡Alabín, bomba! ¡Claudia! ¡Claudia! ¡Ra, ra, ra! അങ്ങനെ ബർത്ത്ഡേ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു. ഒരാളിപ്പോഴും കേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മിഷൻ പോലെ മൈൻഡ് ചെയ്യാൻ നോക്കാം. ദാമിയൻ 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 അങ്ങനെ തിന്നേണ്ട തിരക്കിനിടയിൽ ഒരു ഹായ് ഉമ്മയൊക്കെ കിട്ടി. ഞാനിവിടെ നിങ്ങൾക്ക് ഇവിടുത്തെ മെയിൻ ഫുഡ് കാണിച്ചു തരാം. ഫസ്റ്റ് വൺ ബീഫാണ്. ബീഫ് ഗ്രില്ല് ചെയ്തതാണ്. സെക്കൻഡ് പോർക്കാണ്. പിന്നെ ഇത് കുറച്ച് ഉരുളക്കിഴങ്ങും ഉള്ളിയും കൂടി റോസ്റ്റ് ചെയ്തതാണ്. അവൻ എനിക്ക് എന്തൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാണ്. ഇവിടെ ലാംഗ്വേജ് സ്പാനിഷ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നതാണ്. ഇത് സ്മോൾ ചപ്പാത്തിയാണ്. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് കഴിക്കാനുള്ള സൈഡ് ഡിഷസും ഉണ്ട്. സൈഡ് ഡിഷസ് എല്ലാം അതിൻ്റെ ഉള്ളിലിട്ട് കഴിക്കേണ്ടതാണ്. ചപ്പാത്തിൻ്റെ ഉള്ളിലിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഫുഡ് കഴിക്കുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഒരു സൂപ്പും ഉണ്ട് ഇവിടെ. എന്ത് സൂപ്പ് ഞാനിതുവരെ കഴിച്ചിട്ടില്ല. ചോദിച്ചപ്പോൾ ഫ്രിഹോളിസ് സൂപ്പ് എന്നാണ് പറഞ്ഞത്. ഫ്രിഹോളിസ് എന്തോ ടൈപ്പ് പയറാണ്. എല്ലാവരും ഫുഡിന് ക്യൂ നിൽക്കുകയാണ് ഗൈസ്. എന്നാൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. എങ്ങനെ അവർ സെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് വേണ്ടത് മാത്രം അവരോട് പറഞ്ഞാൽ അവരെല്ലാം ചെയ്തു തരും. ഞാൻ പോർക്ക് കഴിക്കാത്തത് കൊണ്ട് പോർക്ക് പറഞ്ഞില്ല. ഞാൻ ആകെ ബീഫ് മാത്രമേ എടുത്തുള്ളൂ. ബീഫ് അങ്ങനെ കഴിക്കാറില്ല. എന്നാൽ വേറെ മീറ്റൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ബീഫ് തന്നെ എടുക്കാമെന്ന് വെച്ചു. ഫസ്റ്റ് ആ ചെറിയ ചപ്പാത്തി എടുക്കുക. പിന്നെ നമുക്ക് എന്തൊക്കെ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അവരോട് പറഞ്ഞാൽ അവർ എടുത്തു തരും. പോർക്ക് ഞാൻ കഴിക്കാത്തതുകൊണ്ട് ഞാൻ ബീഫാണ് പറഞ്ഞത്. അവിടെയുള്ള ബാക്കി സാധനങ്ങളൊക്കെ എന്താണോ വേണ്ട അതൊക്കെ ഫില്ല് ചെയ്യാൻ പറയാം. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ഫുഡ്, താക്കോസ്. ഞാൻ അയാൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അനുവേട്ടൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അനുവേട്ടനുള്ളത് കൂടി ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ചപ്പാത്തിയിൽ മീറ്റും പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളി റോസ്റ്റൊക്കെ സെറ്റ് ചെയ്ത് ഈ സെക്ഷനിൽ ഫസ്റ്റ് വന്ന സോസാണ്. നമുക്കിഷ്ടമുള്ള എടുക്കാം. ഇവിടെ ഇപ്പോൾ 2 ടൈപ്പ് സോസ് ഉണ്ട്. ഞാൻ 2 എടുത്തു. ഇവരിതിന് സൽസ എന്നാണ് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഉള്ളിയും കൊറിയാണ്ടറും ഒക്കെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്.
പിന്നെ ഒരു ചെറുനാരങ്ങയുണ്ട്. ചെറുനാരങ്ങ ലാസ്റ്റ് ഇതിലിങ്ങനെ ഒഴിക്കാനാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും, പുളിയും മധുരവും എരിവൊക്കെ കൂടി. പിന്നെ കുറച്ച് പൈനാപ്പിൾ കട്ടിങ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂപ്പ്, ആ സൂപ്പും ഉണ്ടായിരുന്നു. സൂപ്പ് നമ്മൾ എടുത്തില്ല. ഇനി ചെറുനാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ആ ചപ്പാത്തി ഇങ്ങനെ ഓരോന്നായിട്ട് മടക്കിയിട്ട് കഴിക്കാം. അങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. മറ്റേ സിനിമ പറയുന്നല്ല, കാണാനൊരു ലുക്കില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെയാണ് ഈ സംഭവം കഴിക്കേണ്ടത്. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും ഒരു ദിനോസറിൻ്റെ ഒരു പച്ച പ്രതിമ. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് സീഡ്സാണ്. അതിങ്ങനെ കെട്ടി തൂക്കും. നമ്മുടെ നാട്ടിൽ ഊറിയൊക്കെ പൊട്ടിക്കുന്ന പോലെ അത് പൊട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് സീഡ്സ് കിട്ടും. ഇത് ഇവരുടെ ഒരു സെലിബ്രേഷനാണ്. പിള്ളേരൊക്കെ പിന്നെയും വെള്ളത്തിൽ പോയി ഫോട്ടോ ഒക്കെ കഴിഞ്ഞ്. അങ്ങനെ ഞാനും ഇവിടെ ഒരു ചെയറുണ്ടായിരുന്നു. ഞാനും ഇവിടെ വന്ന് ചുമ്മാ ഇങ്ങനെ ഇരുന്നു. എന്തായാലും വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല, ഞാൻ സ്വിംസ്യൂട്ടൊന്നും എടുത്തില്ല. നമുക്ക് പിന്നെ പെട്ടെന്ന് തിരിച്ചു പോകാൻ വേണം. കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവരെല്ലാവരും ഇന്ന് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ബാക്കി പരിപാടികളൊന്നും കാണാൻ പറ്റില്ല. ആ സീഡ്സ് അടിച്ച് പൊട്ടിക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. ഈ വീഡിയോ എനിക്ക് പിന്നെ അയച്ചു തന്നതാണ്. ഇത് ഇങ്ങനെയാണ് ഇത് പൊട്ടിക്കേണ്ടത്. എല്ലാവരും വന്ന് പൊട്ടിക്കും. ലാസ്റ്റ് ആർക്കാണോ അതിന്ന് സീഡ്സ് കിട്ടുന്നത് അവർക്കെടുക്കാം, എല്ലാവർക്കും എടുക്കാം. ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേൻ്റെ കുറച്ച് ക്ലിപ്സ് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ബർത്ത്ഡേ ഇവരിങ്ങനെയാണ് ആഘോഷിച്ചത്. കുറേ ക്യാരക്ടേഴ്സും കുറച്ച് ഗെയിമൊക്കെ ആയിട്ട് ഡാൻസൊക്കെ ആയിട്ട്. ഇതിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്, മ്യൂസിക് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ മ്യൂസിക് കേൾക്കാൻ വഴിയില്ല നമുക്ക്. ഫസ്റ്റ് ബർത്ത്ഡേ നമ്മുടെ വീട്ടിനടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ പറ്റി. പക്ഷെ ആ സമയത്ത് ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നില്ല. ഇത് കുറച്ച് ക്ലിപ്സ് മാത്രമാണ്. Arriba. Eso. Pásala. Y viene de regreso. Otra vez. Échale. ¡Qué padrísimo! Sígale. ഇതൊക്കെയാണ് കുറച്ച് ക്ലിപ്സ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. കാരണം അറിയാത്ത സ്ഥലമായതുകൊണ്ട് ദൂരമുണ്ട്, പെട്ടെന്ന് വീട്ടിലെത്തണം. ഇങ്ങോട്ട് വരുമ്പോൾ ആണെങ്കിൽ 1-2 പ്രാവശ്യം വഴിയും തെറ്റി. എന്തായാലും അടിപൊളിയായിരുന്നു. ഒരു നാട്ടിലൊക്കെ വന്ന ഫീലായിരുന്നു. അങ്ങനെ വീട്ടിനടുത്ത് എത്താറായപ്പോൾ ഒരു കോഫി മേടിക്കണം എന്ന് വിചാരിച്ച് ഒരു ഷോപ്പ് കയറി. ഒരു കോഫിയൊക്കെ മേടിച്ചു. ഈ കോഫി മെഷീൻ അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കോഫി സെലക്ട് ചെയ്യുക. പിന്നെ ബാക്കി കോഫിയിൽ നമുക്ക് എന്തെല്ലാം ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ഉണ്ടാവും, അതൊക്കെ എടുക്കുക. ഷുഗർ ഇല്ലെങ്കിൽ ഷുഗർ ഇവിടെ ഉണ്ടാവും, വേണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ ഇവിടെ മിക്സ് ചെയ്യാൻ ഒരു സ്റ്റിക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടോപ്പും ഉണ്ട്. ഞാൻ വലിയ കപ്പാണ് വാങ്ങിയത്. അത് നമുക്ക് 2 ആക്കി എടുക്കാനുണ്ടാവും. ഹായ് ഓൾ, ഞാനിപ്പോൾ ഉറങ്ങി വേറായി. ഒരു ബന്നും പിന്നെ ഒരു കോഫിയും വാങ്ങി. ഇതാണ് ബന്ന്. അങ്ങനെ വീടെത്താറായി. ഹായ് ഓൾ. അങ്ങനെ വീട്ടിലെത്തി. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ.
കോഫി കുടിച്ചാൽ ഉറക്കം പോകുമെന്ന് വിചാരിക്കുന്നു. അതങ്ങനെയാണോ കോഫി വാങ്ങിയത്? ഞാനൊരു കോഫിയും പിന്നെ ഇതൊരു ബന്നാണ്, ഇതും വാങ്ങി. ഇവരുടെ മെക്സിക്കൻസിൻ്റെ പ്രധാന ഫുഡിൽ ഒരു ടൈപ്പ് ഇതുപോലുള്ള ബന്നുകളാണ്. ഇതുപോലുള്ള പല ടൈപ്പ് ബന്നാണ് ഇവിടെ. ഇവർ ബ്രേക്ക്ഫാസ്റ്റിനായാലൊക്കെ അധികവും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ പിന്നെ ഞാൻ കോഫിയും ബന്നൊക്കെ കഴിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ മെക്സിക്കൻ ബർത്ത്ഡേ വ്ളോഗാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെങ്കിൽ എന്നോട് പറയാം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.